നമസ്കാരം, എല്ലാവർക്കും സംസാരം ടിവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ദീപു സ്റ്റീഫൻ. കഴിഞ്ഞ 15 വർഷമായിട്ട് UK സ്ഥിരതാമസമാണ്. ഓക്കെ, നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു KFC സ്റ്റൈൽ ഫ്രൈഡ് ചിക്കനും അതിൻ്റെ കൂടെ ഒരു സ്വീറ്റ് കോൺ ആൻഡ് ചിക്കൻ സൂപ്പുമാണ്. കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു ഡിഷാണിത്. ഓക്കെ, നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ഈ KFC ചിക്കനും അതുപോലെ തന്നെ സൂപ്പും ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്നൊന്ന് നോക്കാം. ഒരു 3 പീസസ് മുട്ട വേണം. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് ഇതുപോലെ പൊടിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സെലറി, ബേ ലീവ്സ് ഒരു 2 പീസസ്, കോൺഫ്ലോർ വേണം. കോൺഫ്ലോർ ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ട്. വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, ഗാർലിക് ഒരു 1 ടേബിൾ സ്പൂൺ, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു 2 ടേബിൾ സ്പൂൺ, സ്വീറ്റ് കോൺ ഇത് ടിന്നിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇവിടെ നമുക്ക് ഫ്രഷ് ഉണ്ടെങ്കിൽ ഫ്രഷ് ആയാലും ഉപയോഗിക്കാം. സ്വീറ്റ് കോൺ വേണം. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, പിന്നെ കുറച്ച് സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 12 പീസ് ചിക്കൻ്റെ കാലെടുത്തിട്ടുണ്ട്. ചിക്കൻ ലെഗ്സാണ് നമ്മളിന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 12 പീസസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മൈദ വേണം ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് മൈദ, ഒരു 2 കപ്പ് മൈദയും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുടങ്ങാം. എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്കതിലേക്ക് വെളുത്തുള്ളി, ഗാർലിക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന, ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം, ഓണിയൻ. ഇനി 1 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ സവോളയും വെളുത്തുള്ളിയും കൂടി 1 മിനിറ്റ് ഒന്ന് കുക്കായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ആ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ആ സ്കിന്നോട് കൂടിയാണ് ഈ ചിക്കൻ ഇന്ന് എടുത്തിരിക്കുന്നത്. സ്കിന്ന് കളഞ്ഞിട്ടില്ല. കാരണം ഈ KFC ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ആ സ്കിന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഓക്കെ, നമുക്ക് ആ ഒരു 12 പീസസ് ചിക്കൻ ഉണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഇച്ചിരി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരാവശ്യത്തിന് ഉപ്പിട്ടിട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്കിനി ഈ ചിക്കനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഇതുപോലെ കവറായിട്ട് നിൽക്കുന്ന അത്രയും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, ചിക്കൻ്റെ മുകളിൽ നിൽക്കുന്ന അത്രയും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതൊന്ന് മൂടി വെച്ച് ഒരു 25 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. നമുക്കൊന്ന് അടച്ച് മൂടി വെച്ച് ഒരു 25 മിനിറ്റ് വേവിച്ചെടുക്കാം. ഓക്കെ, ചിക്കൻ ഇപ്പോൾ ഒരു 25 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കൻ ഒരു 1/4 ഭാഗം ഇപ്പോൾ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇത് വെന്ത് കിട്ടും. ഓക്കെ, ഇനി ചിക്കൻ ഒന്ന് എടുത്ത് മാറ്റാം. ഒരു പാത്രത്തിലേക്ക്, ഒരു പ്ലേറ്റിലേക്ക് വല്ലതും ചിക്കൻ മാത്രം എടുത്ത് മാറ്റുക. ഈ ചിക്കൻ തിളപ്പിച്ച വെള്ളത്തിലാണ് സൂപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ആ ചിക്കൻ എല്ലാം ഒന്ന് എടുത്ത് മാറ്റാം. പലരും KFC ചിക്കൻ ഉണ്ടാക്കുമ്പോൾ പറ്റുന്ന ഒരു പ്രശ്നമാണ്, ഇതിൻ്റെ ഉള്ളിൽ വേവാറില്ല. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഒരു 1/4 ഭാഗം കുക്കായിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഈ ചിക്കൻ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതൊന്ന് തണുക്കട്ടെ അവിടെ ഇരുന്ന്. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ സൂപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. ഓക്കെ, ഈ സൂപ്പിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ആ ചിക്കൻ്റെ ഫാറ്റും കുറച്ച് ഓയിലെല്ലാം സ്റ്റോക്കിന് മേളിൽ കിടപ്പുണ്ട്. അത് നമ്മൾ ഒരു സ്പൂണും കൊണ്ട് പതുക്കെ, അതൊരു സ്പൂണും കൊണ്ട് ഇതുപോലെ പതുക്കെ എടുത്ത് കളയുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂപ്പ് കുടിക്കുമ്പോൾ അതിൻ്റെ മേളിൽ ഇങ്ങനെ ഓയിലി ആയിട്ട് കിടക്കും. നമുക്ക് ആ കുറച്ച് ഫാറ്റും, ആ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ കുറച്ച് ഫാറ്റും ആ ഓയിലും ഇങ്ങനെ ഒന്ന് എടുത്ത് കളയാം. ഓക്കെ, സൂപ്പിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സ്വീറ്റ് കോൺ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. സ്വീറ്റ് കോൺ മുഴുവനും അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ
കുറച്ച് സെലറി വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ ഈ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിൽ നിന്നൊരു 3 പീസസ് എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഷ്രെഡ് ചെയ്ത് പിച്ചി കീറി നമുക്ക് ആ സൂപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഞങ്ങൾ ഇതിനു മുമ്പ് ഇത് പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുള്ളതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പാണ്. അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നമുക്ക് ഒരേ സമയം 2 ഡിഷസ് നമുക്കിതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മളിപ്പോൾ 3 പീസസ് ചിക്കനും ഷ്രെഡ് ചെയ്തതിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഉപ്പ് നോക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് കുരുമുളകും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ കുരുമുളക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഈ സൂപ്പ് ഒന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഓക്കെ, ഈ സൂപ്പ് റെഡിയാകുന്ന സമയം കൊണ്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ബോയിലാകട്ടെ. ആ സമയം കൊണ്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ മിക്സ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഇവിടെ മൈദയുണ്ട്. ഈ മൈദയിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. അത് നമ്മൾ ഇട്ട് കൊടുത്തു. പിന്നെ ഇവിടെ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ആ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ചില്ലി പൗഡർ ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിൻ്റെ എരിവ് കൂട്ടാം. പക്ഷേ ഇത് കുട്ടികൾക്കൊക്കെ കഴിക്കാനുള്ളതായതുകൊണ്ട് നമ്മൾ ഒത്തിരി എരിവ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഒരു 1 ടീസ്പൂൺ സോൾട്ടും കൂടി ഇട്ട് കൊടുക്കുക, ആ ടേസ്റ്റിന് വേണ്ടിയിട്ട്, ആ മിക്സിന് ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ മിക്സിലേക്ക് മൈദയുടെ കൂടെ കോൺഫ്ലവർ ഇട്ടു, കുരുമുളക് പൊടി ഇട്ടു, കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു, ഉപ്പിട്ടു. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഏറ്റവും ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന മെത്തേഡിലാണ്. പല രീതിയിലും പലരും ഉണ്ടാക്കും. KFC ചിക്കൻ ഇതാണ് ഏറ്റവും ഈസി ആയിട്ട് എനിക്ക് തോന്നിയത്, ഏറ്റവും ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. നമുക്ക് ഇതിൻ്റെ മിക്സ് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് സൂപ്പും ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ആർക്കെങ്കിലും ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ 2 ബേ ലീവ്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒത്തിരി വേണ്ട, ഒരു 2 പീസസ് തിളയ്ക്കുന്ന സമയത്ത് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ സൂപ്പ് ഒന്ന് ലൈറ്റായിട്ട് തിക്കാക്കി എടുക്കാം. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന കോൺഫ്ലവർ ഞാൻ ഇച്ചിരി വെള്ളത്തിൽ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച്, ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ തിക്നെസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നോക്കിയിട്ട് മതി, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ആദ്യം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നോക്കിയിട്ട് അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ തിക്നെസ് കൂട്ടാം. ഇപ്പോൾ സൂപ്പ് അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സ്പ്രിംഗ് ഓനിയനാണ്. ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓനിയൻ ഈ സൂപ്പിലേക്ക് മുഴുവൻ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഒരു 2 മുട്ടയുടെ വെള്ള അതിലേക്ക് ഒഴിക്കാനുണ്ട്. ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഒരു 2 മുട്ടയുടെ വെള്ളം നമുക്ക് സൂപ്പിലേക്ക് ചേർക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഈ മുട്ട ഇങ്ങനെ പൊട്ടിച്ചിട്ട് നമുക്ക് അതിൻ്റെ ആ വെള്ളം മാത്രം മാറ്റിയെടുക്കാം. ഇതുപോലെ വെള്ളം മാത്രം എടുക്കുക, എഗ് വൈറ്റ് മാത്രം ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ മുട്ട കുറേശ്ശായിട്ട് സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുന്ന സമയത്ത് തന്നെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. വളരെ പതുക്കെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അത് ഒഴിക്കുമ്പോൾ. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ ഈ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പിൻ്റെ മുകളിൽ ഇതുപോലെ ആ മുട്ട വൈറ്റ് കളറിൽ ഇങ്ങനെ കിടക്കുന്നത്. ഇതാണ്. ഓക്കെ, നമ്മുടെ സൂപ്പ് ഇപ്പോൾ റെഡിയാണ്. നിങ്ങൾക്കിത് കാണാം. നല്ല അടിപൊളിയായിട്ട് സൂപ്പ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ തിക്നെസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. ഇത് ഒരു നല്ല കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് സൂപ്പിന് പറ്റിയ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ചിക്കൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം, ഫ്രൈഡ് ചിക്കൻ്റെ. ഓക്കെ, ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, നമുക്ക് ഈ ചിക്കൻ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം.
ആദ്യമായിട്ട് ഇതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. 2 മുട്ട നമ്മൾ സൂപ്പിന് വേണ്ടി യൂസ് ചെയ്തു. ബാക്കിയുള്ളൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതുപോലെ തന്നെ ആ സൂപ്പിന് ഉപയോഗിച്ച മുട്ടയുടെ ഉണ്ണി ഇതിലേക്ക് ഇടുക. കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ആ ബാക്കിയുള്ള ചില്ലി പൗഡർ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് സമയമുണ്ട്, ഒരു 5-10 മിനിറ്റ് ഒന്ന് മാറ്റി ഒരു സൈഡിൽ വെക്കാം. അതിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്. വേണമെന്നില്ല, കാരണം ഇതിനകത്ത് ഇനഫ് ഫ്ലേവർ ഉണ്ട്. ആവശ്യത്തിന് ഫ്ലേവർ നമ്മൾ ആ സ്റ്റോക്കിലിട്ട് കുക്ക് ചെയ്തപ്പോൾ ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ മിക്സ് ചെയ്ത ചിക്കൻ ഇനി നമ്മുടെ ഈ മൈദയുടെ മിക്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിലേക്ക് ഇടുക. ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ആ മൈദയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. നമുക്ക് എല്ലാ ചിക്കനും അതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ചിക്കൻ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അതിലേക്ക് ആ മിക്സ് കോട്ടായി വരണം. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇനി എണ്ണ ചൂടാകുമ്പോൾ ഇത് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നതിന് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ഓയിലിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് ബോയിലിംഗ് ചൂട് വേണ്ട, ഒരു മീഡിയം ഹീറ്റിലാണ് വെക്കാവുള്ളൂ, കാരണം അല്ലെങ്കിൽ ചിക്കൻ കരിഞ്ഞു പോകും. എന്നിട്ട് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഓരോ ചിക്കനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഈ ചിക്കൻ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നിടം വരെ ഒരു 5 മിനിറ്റ്സ് എടുക്കുള്ളൂ. 5 മിനിറ്റ് കൂടുതൽ നമുക്കിത് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഒന്ന് പെട്ടെന്ന് നന്നായിട്ടൊന്ന് ക്രിസ്പി ആക്കി കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഇത് കാണാം, നന്നായിട്ട് കളറായി വരുന്നുണ്ട്. മാക്സിമം ഒരു 5 മിനിറ്റ്സ് 5 മിനിറ്റ് വേണ്ടി വരുള്ളൂ. അതുപോലെ നല്ലതായിട്ട് മുരിഞ്ഞു വരണം, ക്രിസ്പി ആയിട്ട്. ഓക്കെ, നമ്മുടെ ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണാം, നല്ല ഗോൾഡൻ ആയിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് എടുത്ത് മാറ്റാം. കിഡ്സ്, എങ്ങനെയുണ്ട്? യു ലൈക്ക് ഇറ്റ്? സൂപ്പറാണോ? ഓക്കെ, എൻജോയ്. ചിക്കൻ എങ്ങനെയുണ്ട്? KFC ചിക്കൻ അടിപൊളിയാണോ? സൂപ്പറാണോ? ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.